അപ്പോൾ പാലക്കാട് വണ്ടാഴിയിൽ ഫർണിച്ചർ നിർമ്മാണശാലയിൽ തീപിടുത്തമുണ്ടായി. രാത്രി 1 മണിയോടെയാണ് അപകടമുണ്ടായത്. 5 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീയണച്ചത്. 55 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. ഫർണിച്ചർ യൂണിറ്റിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള ഭാഗത്തു നിന്നാണ് തീ വരുന്നത് കണ്ടത് അവർ. ഉടനെ തന്നെ ഫയർഫോഴ്സ് ഒരു അരമണിക്കൂർ കൂടെ പോണ പോലീസുകാരനുണ്ടായിരുന്നു. പുള്ളിയാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോഴേക്കും ഏകദേശം എല്ലാ ഭാഗത്തേക്കും എത്തി ഇതിനകത്തുള്ള ഫർണിച്ചർ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ കംപ്ലീറ്റ് മെഷീനറീസും ഉരുപ്പടികളും ബിൽഡിങ്ങും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഇതിലും പടർന്നു പിടിച്ചത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ച ഒരവസ്ഥയിലാണ് ഉണ്ടായത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ വച്ചിരുന്നു. നിഖിൽ, ചൂട് കൂടുതലാണ്, പെട്ടെന്ന് തീ പിടിക്കും. എങ്കിൽ കൂടിയും അത്ര വലിയ തീപിടുത്തവും അത്ര വലിയ നാശം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷണം തുടങ്ങിയോ? അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് ഈ സ്ഥാപനം അടച്ച് ജോലിക്കാരും മറ്റും മടങ്ങിപ്പോയത്. രാത്രി 1 മണിയോടെ സ്ഥാപനത്തിന്റെ തെക്കു ഭാഗത്തു നിന്ന് തീ ഉയരുന്നത് ഇവിടുത്തെ പ്രദേശവാസി സലീം എന്നയാളാണ് ആദ്യം കണ്ടത്. ഉടനെ തന്നെ അദ്ദേഹം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. പെട്രോളിങ്ങിനിടെ മംഗൾഡാം പോലീസും സംഭവ സ്ഥലത്തെത്തി. തുടർന്ന് വടക്കഞ്ചേരി, ആലത്തൂർ, കൊല്ലങ്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏതാണ്ട് അരമണിക്കൂറോളം സമയമെടുത്തു ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ. ഫർണിച്ചറുകൾ, ഇതുമായി ബന്ധപ്പെട്ട ഉരുപ്പടികൾ, യന്ത്ര സാമഗ്രികൾ എല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ഏതാണ്ട് 55 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് നിലവിൽ വ്യക്തമല്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയമാണ്. എന്നിരിക്കെ പോലും എങ്ങനെയാണ് ഇത്രയധികം വലിയ തീപിടുത്തം ഉണ്ടായത് എന്നെ സംബന്ധിച്ച് അന്വേഷണം ഫയർഫോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, വലിയ തീപിടുത്തമാണ്. 55 ലക്ഷം രൂപ നഷ്ടമുണ്ടായി. അപ്പോൾ എന്താണ് കാരണം എന്നടക്കം ഉള്ളത് അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ.